ഇപ്പോൾ പരിശീലകൻ എസ് മനോജ് കൂടി ചേരുകയാണ്. ശ്രീ മനോജ്, ഇപ്പോൾ താങ്കൾ കൊച്ചിക്കാരനും കൂടിയാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ പരിശീലനം മറ്റൊക്കെ നടത്തുന്നത്. കൊച്ചിയിൽ പുതിയ സ്റ്റേഡിയം വരികയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം ക്രിക്കറ്റ് സ്റ്റേഡിയം വരുമ്പോൾ? വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എറണാകുളം എന്നുള്ള ഒരു സ്ഥലത്തിന്റെ മാത്രം, കൊച്ചിയിലെ മാത്രമല്ല, ടോട്ടൽ കേരളത്തിലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കാണാറുണ്ട്, നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൽ മാച്ച് നടക്കുമ്പോൾ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം. അപ്പൊ കൊച്ചിയിലൊരു സ്റ്റേഡിയം വരിക എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യം. അതും ഓൺ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ലീസിനെടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളത് നേരിട്ട് കാണുന്നതാണ്. ഒരുപാട് പൈസയാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് ഇല്ലാതെ വീണ്ടും അടുത്തൊരു മാച്ച് വരുമ്പോൾ വീണ്ടും ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ട് അത് വീണ്ടും മെയിൻ്റെനൻസ് ഒക്കെ റെഡിയാക്കി എടുക്കുക. ഇങ്ങനെയുള്ള ഒരു സ്ഥിരമായിട്ട് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദി അല്ലെങ്കിൽ സ്വന്തം സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അതെല്ലാം ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർനാഷണൽ മാച്ചുകൾ മാത്രമല്ല, രഞ്ജി ട്രോഫി അടക്കമുള്ള ഒരുപാട് മാച്ചുകൾ അവിടെ വെച്ച് നടത്താൻ സാധിക്കും. അങ്ങനെ നടത്തുമ്പോൾ അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഭയങ്കരമാണ്. കാരണം കലൂർ സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. ഒരു മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞ് അടുത്ത മാച്ച് നടക്കുമ്പോഴേക്കും അത്രയും നാളത് യൂസ് ചെയ്യാതെ കിടന്നിട്ട് വീണ്ടും അത് തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ എഫേർട്ടായിരുന്നു. പക്ഷെ ഒരു പുതിയ സ്റ്റേഡിയം വരുമ്പോൾ നമ്മുടെ ഓൺ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് IPL മാച്ചുകൾ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ചെന്നൈയും ബാംഗ്ലൂരുമാണ്. അവരുടെ ഏതെങ്കിലുമൊക്കെ ഹോം മാച്ചുകൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം പഞ്ചാബിന്റെ പല മാച്ചുകളും ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടത്തുന്നുണ്ട് ഹോം ഗ്രൗണ്ടായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ചെന്നൈയുടെയോ ബാംഗ്ലൂരിന്റെയോ അല്ലെങ്കിൽ ഹൈദരാബാദിന്റെയോ ഏതെങ്കിലുമൊക്കെ ടീമുകളുടെ ഒരു ഹോം രാജസ്ഥാന്റെയും സാധ്യതയുണ്ട്. നമ്മുടെ സഞ്ജുവാണ് ക്യാപ്റ്റൻ. ഡെഫിനറ്റ് ആയിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാധ്യത, സഞ്ജു ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കേരളത്തില് രാജസ്ഥാൻ റോയൽസിന് വലിയ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും അത് സഞ്ജു ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെയുള്ള അവർ ഡെഫിനറ്റ് ആ ഒരു ഫ്രാഞ്ചൈസി അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ യാതൊരു അർത്ഥവുമില്ല. കാരണം അവർ ചിന്തിക്കും, കാരണം കൂടുതലായിട്ട് ആളുകളെ കിട്ടുന്ന ഒരു സ്റ്റേഡിയം ആയിരിക്കും അവരുടെയും മനസ്സിലുണ്ടാവുക. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ. ഒരുപാട് വർഷമായിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണ് ഒരു സ്വന്തം സ്റ്റേഡിയം എന്ന് പറയുന്നത്.